പാലോട് ഭർതൃഗൃഹത്തിൽ നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനൊപ്പം ഭർത്താവിന്റെ സുഹൃത്ത് കൂടി അറസ്റ്റിലായതോടെ ചുരുളഴിഞ്ഞത് സിനിമാ കഥയെ വെല്ലുന്ന ഒരു കുറ്റകൃത്യത്തിന് കൂടിയാണ്. അഭിജിത്തിന്റെ സുഹൃത്തായ അജാസിന് ആത്മഹത്യയിലുള്ള പങ്ക് തെളിഞ്ഞതോടെ അന്നേ വരെ ഉണ്ടായിരുന്ന കേസ് ഹിസ്റ്ററി തലകീഴ് മറിഞ്ഞുവെന്ന് വേണം പറയാൻ. മരിച്ച ഇന്ദുജയെ അജാസ് ആണ് കൂടുതൽ ഉപദ്രവിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത്. അജാസും ഇന്ദുജയും മുൻപ് പ്രണയത്തിലായിരുന്നവരാണ്. ഇരുവരുടെയും പ്രണയം തകർന്നതിന് ശേഷമാണ് അഭിജിത്ത് ഇന്ദുജയും തമ്മിൽ അടുക്കുന്നത്. നിലവിൽ യുവതിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് അജാസിന്റെ ഗൂഢാലോചനയാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇന്ദുജയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അജാസ് യുവതിയുടെ ഫോൺ വിവരങ്ങളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഇന്ദുജയുടെ മൊബൈൽ ഫോൺ അജാസ് ഫോർമാറ്റ് ചെയ്തിരുന്നു. ആത്മഹത്യക്ക് പിന്നാലെയാണ് ഫോൺ ഫോർമാറ്റ് ചെയ്തതെന്നാണ് പോലീസിന്റെ സംശയം. ഇത് തെളിവ് നശിപ്പിക്കൽ തന്നെയാണെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. അജാസ് ആത്മഹത്യ ചെയ്ത ഇന്ദുജയുടെയും ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്തായിരുന്നു. ഇന്ദുജയുടെ ഫോണിൽ പാസ്വേഡ് ഉൾപ്പെടെ അജാസിന് അറിയാമായിരുന്നു. അജാസിനെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനാണ് ഈ ഘട്ടത്തിൽ പോലീസിന്റെ നീക്കം. എന്നാൽ അഭിജിത്തിന്റെയും അജാസിന്റെയും തികഞ്ഞ ആസൂത്രണങ്ങളെല്ലാം ഒടുവിൽ പാളി എന്ന് വേണം മനസ്സിലാക്കാൻ. സുഹൃത്തുക്കൾ രണ്ടും പോലീസിന്റെ വലയിലായതോടെ ഇളവട്ടത്ത് ആദിവാസി യുവതി ഇന്ദുജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സിനിമാ കഥയും വെല്ലുന്ന തിരക്കഥയാണ് പുറത്തായത്. 3 സഹപാഠികൾ, ഒരുമിച്ച് പഠനം പൂർത്തിയാക്കിയവർ, അജാസും അഭിജിത്തും ഇന്ദുജയും. എന്നാൽ ഇന്ദുജയുടെ മരണത്തിന് പ്രധാന കാരണക്കാരനായി പോലീസ് കണ്ടെത്തിയത് അജാസിനെയാണെന്നതിനൊപ്പം അതിനു പിന്നിലെ പ്രണയപ്പകയുടെ ചരിത്രവുമാണ് മറനീക്കി പുറത്തു വന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. സഹപാഠികളായ ഇന്ദുജയും അജാസും നേരത്തെ അടുപ്പത്തിലായിരുന്നു. എന്നാൽ 1.5 വർഷത്തിനു മുൻപ് ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. തുടർന്ന് അഭിജിത്ത് ഇന്ദുജയുമായി അടുത്തു. 2 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ അഭിജിത്ത് 3 മാസം മുൻപാണ് ഇന്ദുജയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടു പോയത്. എന്നാൽ ഇന്ദുജയെ മരുമകളായി അംഗീകരിക്കാൻ അഭിജിത്തിന്റെ വീട്ടുകാർ തയ്യാറായിരുന്നില്ല. ഇവരുടെ വിവാഹം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരുന്നുമില്ല. എന്നാൽ അജാസ് ഇളവട്ടത്തെ അഭിജിത്തിന്റെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ബുധനാഴ്ച അജാസ് അഭിജിത്തിന്റെ വീട്ടിൽ വരുമ്പോൾ ഇന്ദുജ മറ്റാരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. വീടിന്റെ 2ാം നിലയിൽ അകത്ത് മുറിയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ഇന്ദുജയുടെ ഫോൺ അജാസ് പിടിച്ചു വാങ്ങി. ഇന്ദുജ നിരന്തരം മറ്റൊരു യുവാവിനെ വിളിക്കുന്നതായി അജാസ് സംശയിച്ചു. ഈ വിവരം അഭിജിത്തിനെ അറിയിച്ചു. തുടർന്ന് അജാസ് ഇന്ദുജയെ കാറിൽ കയറ്റിക്കൊണ്ട് പുറത്തേക്ക് പോയി. നേരെ പോയത് ശംഖുമുഖത്തേക്കാണ്. ഇവിടെ എത്തിയ ഇരുവരും വാക്കേറ്റവും കയ്യാങ്കളിയുമായി. തുടർന്ന് അജാസ് ഇന്ദുജയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ അജാസ് അഭിജിത്തിനെ വിളിച്ചു പറഞ്ഞിരുന്നു. അജാസ് രാത്രിയോടെ വീട്ടിൽ കൊണ്ടാക്കിയ ഇന്ദുജ വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ അജാസിനെ വീണ്ടും വിളിച്ചു. താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് അറിയിച്ചു. ഉടൻ തന്നെ അജാസ് ഈ വിവരം അഭിജിത്തിനെ അറിയിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. അഭിജിത്ത് വീട്ടിലെത്തി മൃതദേഹം താഴെയിറക്കി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവിടെ എല്ലാ മുൻകരുതലുകളോടുകൂടി അജാസും ഉണ്ടായിരുന്നു. പോലീസ് അന്വേഷണത്തിന് ഇരുവരെയും വിളിച്ചു വരുത്തുമ്പോൾ അജാസും അഭിജിത്തും വാട്സപ്പ് ചാറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നു. ഷാലു ഭവനിൽ നന്ദു എന്ന് വിളിക്കുന്ന അഭിജിത്ത് ദേവൻ, ഇയാളുടെ സഹപാഠിയും സുഹൃത്തുമായ പെരിങ്ങമല പഞ്ചായത്ത് ജംഗ്ഷന് സമീപമുള്ള AT കോട്ടേജിൽ അജാസ് TA എന്നിവരെയാണ് പോലീസ് നിലവിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. ഇന്ദുജയുടെ മരണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ഭർത്താവ് അഭിജിത്തിന്റെ മൊഴിയിൽ അജാസിന്റെ പേര് കടന്നു വന്നതാണ് കേസിൽ നിർണായകമായ വഴിത്തിരിവായത്. മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി ഇന്ദുജയുടെ അച്ഛനും സഹോദരനും പാലോട് പോലീസിന് പരാതി നൽകിയിരുന്നു. ആദിവാസി പീഡനം, ജാതി പേര് പറഞ്ഞ് ആക്ഷേപിക്കൽ, മാനസികവും ശാരീരികവുമായ പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്ദുജയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളും ഉണ്ടായിരുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഇത് വ്യക്തമായിട്ടുണ്ട്. ഭർതൃഗൃഹത്തിൽ താൻ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കപ്പെടുന്നതായി ഇന്ദുജ 2 ദിവസം മുൻപ് അച്ഛനെയും സഹോദരനെയും ഫോൺ വിളിച്ച് അറിയിച്ചിരുന്നു. കാട്ടാക്കട DYSP ഷിബു, പാലോട് CI അനീഷ് കുമാർ, SI ശ്രീനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. നിലവിൽ കേസിൽ അഭിജിത്ത് 1ാം പ്രതിയും അജാസ് 2ാം പ്രതിയുമാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.